എന്റെ പേര് സിൻസിയർ. ഞാൻ ഫോർട്ട് കൊച്ചി സ്വദേശിയാണ്. ഇതെന്റെ 4ാമത്തെ മൂവിയാണ്. ഞാൻ സോളോ ലീഡ് ചെയ്യുന്ന എന്റെ ഫസ്റ്റ് ഫിലിം. സോ ഒത്തിരി സന്തോഷമുണ്ട് ഇന്നിപ്പോ നിങ്ങളെല്ലാവരും ഇന്ന് ഇവിടെ എത്തിച്ചേർന്നതിൽ. ഈ പറഞ്ഞ പോലെ നമ്മുടെ മൂവി ഏറ്റവും അധികം അടുത്ത ദിവസത്തിൽ തന്നെ തിയേറ്ററിലെത്തും. നമുക്ക് നോക്കുന്നത് അറൌണ്ട് 30th തിയേറ്റർ റിലീസ് എന്നുള്ളൊരു പ്ലാനിങ്ങിലാണ് ഇപ്പോൾ. സോ എല്ലാവരുടെയും ഒരു സപ്പോർട്ടും അനുഗ്രഹവും എല്ലാം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു. ഹലോ, അപ്പൊ എല്ലാവർക്കും നമസ്കാരം. ആദ്യം തന്നെ ലേറ്റായി വന്നതിൽ ഐ എം റിയലി സോറി. ഞാൻ ട്രിവാൻഡ്രത്തു നിന്ന് വരുന്ന വഴിയാണ്. അപ്പോൾ പക്ഷെ എല്ലാവരും വളരെ ക്ഷമയോടെ വെയിറ്റ് ചെയ്യുന്നു. പിന്നെ ഇത്രയധികം ആൾക്കാർ വന്നതല്ല, ഇത്രയധികം ചാനൽസ് വന്നതിൽ നമുക്ക് ഒരുപാട് സന്തോഷമുണ്ട്. എനിക്ക് ശരിക്കും വിളിച്ചു പറഞ്ഞു എന്നോട് ഒത്തിരി പേര് വന്നിട്ടുണ്ട്, പെട്ടെന്ന് വായോ. അപ്പോ പിന്നെ സംഭവ സ്ഥലത്ത് നിന്നും ഇതില് ഞാനൊരു വേഷം ചെയ്യുന്നുണ്ട്. ഇതില് ഒരു പ്രോമിനന്റ് ഫീമെയിൽ വേഷം ചെയ്യുന്നത് ഞാനല്ല. എന്റെ കഥാപാത്രമാണ്. അത് ലക്ഷ്മി എന്നാണ് ക്യാരക്ടറിന്റെ പേര്. ക്യാരക്ടറിനെ കുറിച്ചൊരു ബ്രീഫായിട്ട് 2 വാക്ക് പറയാം. അതായത് ഒരു തമിഴ് കുടുംബ പശ്ചാത്തലമുള്ള എന്നാൽ കേരളത്തില് വന്ന് ജീവിക്കുന്ന വളരെ ബോൾഡ് ഇൻ ദ സെൻസ് വളരെ സെൽഫ് മെയ്ഡ് ആയിട്ടുള്ള ഒരു സ്ട്രോങ് കഥാപാത്രമാണ്. ഇതുപോലൊരു ക്യാരക്ടർ ഞാൻ ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. പിന്നെ നല്ല കഥാസന്ദർഭങ്ങളിലൂടെയൊക്കെ പോകുന്നുണ്ട്. പിന്നെ ഈ ചിത്രം സംഭവ സ്ഥലത്ത് നിന്നും എന്ന ചിത്രം നിങ്ങൾക്ക് അതിൽ നിന്നൊരു ഐഡിയ കിട്ടും. നിങ്ങളെ പോലെ തന്നെ നമ്മളെ പോലെ തന്നെ മീഡിയ മേഖലയില് മാധ്യമ മേഖലയില് വർക്ക് ചെയ്യുന്ന കുറച്ച് കഥാപാത്രങ്ങൾ. അതിലൊന്ന് സിൻസിയറാണ് അവതരിപ്പിക്കുന്നത് അല്ലെ, നായിക കഥാപാത്രം. പിന്നെ പ്രമോദേട്ടനുണ്ട്. അപ്പോ ഇവരുടെ കരിയറിൽ അല്ലെങ്കിൽ ഇവരുടെ കഥയില് അല്ലെങ്കിൽ ഇവരുടെ കഥയുടെ വഴികളില് ഇവർ കാണുന്ന വളരെ റിയലിസ്റ്റിക് ആയിട്ടുള്ള കുറച്ച് സംഭവ വികാസങ്ങളിലൂടെ കടന്നു പോകുന്ന ചിത്രമാണ്. ചെറിയൊരു ത്രില്ലിംഗ് മൂഡ് അല്ലെ, ചെറിയൊരു ത്രില്ലറാണ് എന്ന് പറയാം. മറ്റു ത്രില്ലർ മാത്രമല്ല, എല്ലാ ഘടകങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ടിരുന്ന നല്ലൊരു ചിത്രമായിരിക്കും. എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. നമുക്ക് തൃശ്ശൂരായിരുന്നു ഷൂട്ട്. തൃശ്ശൂർ വന്ന ഇവരുടെ കൂടെ ഏകദേശം 3-4 ദിവസം നമുക്ക് ഷൂട്ടുണ്ടായിരുന്നു. ഒരു ബഹളവും ഇല്ലാണ്ട് വളരെ സമാധാനത്തില് വളരെ സന്തോഷത്തോടെ ഞാൻ വർക്ക് ചെയ്ത് പിരിഞ്ഞ ഒരു സിനിമയാണത്. പിന്നെ വേറൊരു കാര്യം എടുത്ത് പറയേണ്ടത്, സിന്ധു ഇവരുടേതായ രീതിയിൽ എല്ലാവരും കലാകാരന്മാരുണ്ട്. പ്രത്യേകിച്ച് അഖിലേഷ് ചേട്ടനൊക്കെ നമുക്കറിയാം, എടുത്തുണ്ട്, നന്നായിട്ട് പാടും, മിമിക്രി ഉണ്ട്. അപ്പോ ഇവരുടെ തന്നെ ഒരുപാട് പ്രോഗ്രാംസ് ഒക്കെ ഇവർ കണ്ടക്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അതിലൂടെയൊക്കെ പറ്റുന്ന രീതിയിലൊക്കെ ഇവർ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇനി വേണ്ടത് നിങ്ങൾ എല്ലാവരുടെയും ഒരു നല്ല സപ്പോർട്ടാണ്. അപ്പോൾ നിങ്ങളിലൂടെയാണ് നമ്മുടെ ചിത്രത്തെക്കുറിച്ചുള്ള വിശേഷങ്ങളൊക്കെ ഒരുപാട് പ്രേക്ഷകരിലേക്ക് എത്താൻ പോകുന്നത്. നിങ്ങൾ വന്നതിലും ഒരുപാട് സന്തോഷം. അതുപോലെ തന്നെ നമ്മുടെ എല്ലാവരുടെയും ചാനലിലൂടെ നല്ല റീച്ചോട് കൂടി ചിത്രം പല വ്യൂവേഴ്സിലും എത്തട്ടെ എന്ന് വിശ്വസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. പിന്നെ അത്രയൊക്കെയാണ് എനിക്ക് നമ്മുടെ ചിത്രത്തെക്കുറിച്ചും നമ്മുടെ ക്രൂവിനെ കുറിച്ചും ഒക്കെ പറയാനുള്ളത് അല്ലെ. അപ്പൊ താങ്ക് യു സോ മച്ച് എവറി വൺ ഫോർ കമ്മിങ്. അപ്പോൾ താങ്ക് യു. പിന്നെ ഒരുപാട് ഫാമിലിയർ ഫേസസ് ഉണ്ട്. ഇപ്പൊ നമ്മൾ എപ്പോഴും കാണുന്ന ഒരുപാട് പരിചയമുള്ള നല്ല ഫേസസ് ഉണ്ട്. വീണ്ടും നന്ദി പറയുന്നു. താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. ഒരുപാട് സന്തോഷം. നമ്മുടെ സിനിമയുടെ എല്ലാ പണികളും കഴിഞ്ഞ് ഇപ്പോൾ റിലീസിനോട് അനുബന്ധിച്ച് നിൽക്കുകയാണ്. എന്റെ പേര് അഖിലേഷ് എന്നാണ്. ഈ സിനിമയുടെ 2 സ്ക്രിപ്റ്റ് റൈറ്റേഴ്സിൽ ഒരാളാണ് ഞാൻ. സഞ്ജു അളവള്ളി, എന്റെ അഖിലേഷ് തയ്യൂർ. ഞങ്ങൾ 2 പേരും കൂടിയിട്ടാണ് അതിന്റെ സ്ക്രിപ്റ്റ് ചെയ്തിട്ടുള്ളത്. ഞാനിതിലൊരു വേഷം അഭിനയിക്കുന്നുണ്ട്. ഗിരി എന്ന ഒരു ക്യാരക്ടറാണ് ഞാൻ ചെയ്യുന്നത്. ഈ സിനിമ ഒരു പ്രത്യേക ജോണറിൽ പെടുത്താൻ പറ്റിയ ഒരു സിനിമയല്ല. അതായത് എല്ലാ തരം പ്രേക്ഷകർക്കും ഇഷ്ടപ്പെടുന്ന എല്ലാ എലമെന്റ്സും വെച്ചുകൊണ്ട് തന്നെയാണ് ഈ സിനിമ ഞങ്ങൾ ചെയ്തിട്ടുള്ളത്. ഒരു ഫാമിലി മൂവിയാണ്. നേരത്തെ ഡയാന സൂചിപ്പിച്ച പോലെ സംഭവ സ്ഥലത്ത് നിന്നും എന്ന ടൈറ്റിൽ നിങ്ങൾക്ക് കേൾക്കുമ്പോൾ തന്നെ അറിയാം, ഒരു ചാനൽ പശ്ചാത്തലമുള്ള മൂവിയാണ്. ഒരുപാട് ചാനൽ മൂവികൾ നമ്മുടെ മലയാള സിനിമയിൽ വന്നിട്ടുണ്ട്. ബേബി റൺ തുടങ്ങിയിട്ടുള്ള കുറെ സിനിമകൾ വന്നിട്ടുണ്ട്. പക്ഷെ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ടുള്ള ഒരു സിനിമയാണ്. അപ്പോ എല്ലാവിധ കാര്യങ്ങളും, കോമഡിയും ചെറിയ പ്രണയവും സെന്റിമെന്റ്സും ഒരു ത്രില്ലിംഗ് മൂഡും എല്ലാം കൈകാര്യം ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന താരങ്ങളും ഒട്ടനവധി പുതുമുഖങ്ങളും ഉണ്ട്. കുറെ പുതുമുഖങ്ങൾക്ക് ഈ സിനിമയിലൂടെ അവസരം ലഭിച്ചിട്ടുണ്ട്. അവരെല്ലാവരും നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അതുപോലെ നല്ല 4 പാട്ടുകള് നമുക്കുണ്ട്. അതിലൊരു പാട്ട് മധുബാലകൃഷ്ണൻ ചിത്രാരുണും കൂടി പാടിയ പാട്ടാണ്, കുന്നിമണി എന്നുള്ള പാട്ട്. അത് ഞാൻ പാട്ട് ചെയ്തില്ല.
അപ്പൊ ആ പാട്ടില് പാടി അഭിനയിക്കാനൊന്നും എനിക്ക് അവസരം കിട്ടിയിട്ടില്ല. ഇതില് ഡയാനയ്ക്ക് അവസരം കിട്ടിയിട്ടുണ്ട്. ഡയാനയിൽ അഭിനയിച്ചിട്ടുണ്ട് ആ പാട്ടിന്റെ സീനില്. അപ്പൊ അങ്ങനെ രണ്ടാമത്തെ പാട്ട് നമ്മുടെ പ്രൊഡ്യൂസർമാരിൽ ഒരാളായിട്ടുള്ള ജോമോൻ ചേട്ടൻ എഴുതിയ ഒരു പാട്ട് ഉണ്ട്. ആ പാട്ട് നമ്മുടെ അരവിന്ദ് നായരാണ്, നമ്മുടെ സ്റ്റാർ സിംഗറിലൂടെ ഇപ്പോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന അരവിന്ദ് നായരാണ് ആ പാട്ട് പാടിയിട്ടുള്ളത്. അതുപോലെ ഇതിൽ വേറെ 2 പാട്ടുണ്ട്. ഒരു പാട്ട് ഒരു റാപ്പ് മോഡുള്ള ഒരു പാട്ടുണ്ട്. ആ പാട്ട് എഴുതിയത് ഞാൻ തന്നെയാണ്, വിചാരിതമായി എഴുതിയതാണ്. കാരണം ആ ഒരു സിറ്റുവേഷനിൽ അങ്ങനെ ഒരു പാട്ട് ആവശ്യം വന്നപ്പോ അതിലൊരു റാപ്പ് മോഡുള്ള ഒരു പാട്ട് ഞാൻ എഴുതി. അത് പാടിയിട്ടുള്ളത് പ്രമോദേട്ടനാണ്. പിന്നെ വേറൊരു പാട്ട് മണിച്ചേട്ടനെ പറ്റിയുള്ള മലയാളികൾക്ക് ഇന്നും ഇഷ്ടമുള്ള ഒരു ആർട്ടിസ്റ്റാണ് കലാഭവൻ മണിച്ചേട്ടൻ. അപ്പൊ മണിച്ചേട്ടനെ പറ്റിയുള്ള ഒരു പാട്ടും കൂടിയുണ്ട്. അപ്പൊ അത് പാടിയിട്ടുള്ളത് നമ്മുടെ സുഹൃത്ത് ഒരു സരീഷ് എന്ന പുതുമുഖമാണ്. ഈ ചിത്രത്തിലെ കുഞ്ഞിമണി എന്ന പാട്ട് എഴുതിയിട്ടുള്ളത് സരീഷാണ്. അപ്പോ ഇങ്ങനെ എല്ലാ കാര്യങ്ങളും കൊണ്ടും നമ്മുടെ സിനിമ ഭയങ്കര സമ്പന്നമാണ്. ഇനി ആ സിനിമ നിങ്ങളാണ് നമ്മുടെ ജനങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കേണ്ടത്. അപ്പൊ എല്ലാവരും സിനിമ കണ്ട് ഈ ഒരു ടീമിനെ പ്രോത്സാഹിപ്പിക്കണം. ഇന്ന് എല്ലാത്തരം സിനിമകളെയും ഏറ്റെടുക്കുന്ന ഒരു പ്രേക്ഷകര് നമുക്കുണ്ട് എന്നുള്ളതാണ് നമ്മുടെ വിശ്വാസം. അപ്പൊ ആ വിശ്വാസം തന്നെ കാത്തുരക്ഷിക്കട്ടെ. അപ്പോ എല്ലാവർക്കും ഒരുപാട് നന്ദി. എല്ലാവരും സിനിമ തിയേറ്ററിൽ പോയി തന്നെ കാണാം. നമസ്കാരം, എന്റെ പേര് എസ് വേണുഗോപാൽ. ഈ സിനിമയുടെ സംഭവസ്ഥലത്ത് നിന്നും പറയുകയാണെങ്കിൽ ശരിക്കും ഒത്തിരി ക്ലോസ് ടു ഹാർട്ട് എക്സ്പീരിയൻസ് എന്ന് വേണമെങ്കിൽ പറയാം. എന്റെ 22ാമത്തെ മൂവിയാണ്. ഒരുപക്ഷെ ഷേപ്പ് മാറുന്ന കാരണം ആർക്കും ഓർമ്മയുണ്ടാവില്ല. ഓരോ സിനിമയിലും ഓരോ ഷേപ്പ് ആയത് കാരണം അതങ്ങനെ പോകുന്നു. ശബ്ദത്തിന്റെ മേഖലയിലായിരുന്നു, ഒരു 14 കൊല്ലം ശബ്ദത്തിന്റെ മേഖലയിലായിരുന്നു. അതിപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നു. അത് വേറെ. ഈ മൂവിയുടെ ഒരു പല ജോണർ പറഞ്ഞു, നേരത്തെ പറഞ്ഞ പല ജോണേഴ്സ് ടച്ച് ചെയ്യുന്നതിനോടൊപ്പം തന്നെ എവിടെയോ ഒരു ചെറിയ ഒരു പോയിന്ററും കൂടെ വരുന്നുണ്ട്. ആ പോയിന്റർ വരുന്നത് എന്റെ സൈഡിൽ നിന്ന്, എന്റെ ആംഗിൾ നോക്കുകയാണെങ്കിൽ, ഞാൻ ഒരു പ്രാക്ടീസിങ് ലോയറാണ്. അപ്പോൾ എന്റെ സൈഡിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ യൂണിസെഫിന്റെ ഒരു റിപ്പോർട്ട് അനുസരിച്ച് 66 ലക്ഷം പെൺകുട്ടികളും 88 ലക്ഷം ആൺകുട്ടികളും എല്ലാ വർഷവും മിസ്സിംഗ് ആവുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഈ കുട്ടികൾ എവിടെ പോകുന്നു ചോദിച്ചു കഴിഞ്ഞാൽ അത് പല മേഖലകളിലേക്കും, അതായത് ഇല്ലീഗൽ ആയിട്ടുള്ള പല കാര്യങ്ങളിലേക്കും, അത് ഫ്ലഷ് ട്രേഡ് ഉൾപ്പെടെ ടെററിസം ഉൾപ്പെടെ പോകുന്ന ആൾക്കാരാണ്. ഇതെവിടെയോ ഒരു ആംഗിൾ അങ്ങനെ പറഞ്ഞു പോകുന്നത്. പിന്നെ ഒത്തിരി ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത്, ഈ ക്യാരക്ടർ എനിക്ക് ചെയ്യാൻ വന്ന സമയത്ത് ആ ക്യാരക്ടർ ഒത്തിരി അഭിനയിക്കാൻ ആഗ്രഹിച്ച എന്റെ അമ്മാവന്റെ പേരാണ് ആ ക്യാരക്ടർ. വെങ്കടേഷനായിരുന്നു അദ്ദേഹത്തിന്റെ പേര്. അപ്പോ പത്മശ്രീ വെങ്കടേശ്വരായിരിക്കും എന്ന് പറഞ്ഞിട്ട് ആ ഒരു ക്യാരക്ടർ വന്നു കഴിഞ്ഞപ്പോ എനിക്ക് അദ്ദേഹം ആഗ്രഹിച്ചതിന്റെ ഒരു ബാക്കി പത്രം പോലെയും, പിന്നെ എല്ലാവരും സുഹൃത്തുക്കളായിട്ട് വർക്ക് ചെയ്യാൻ സാധിച്ചതും, ആ തൃശ്ശൂരുള്ള മനയിൽ വർക്ക് ചെയ്യുമ്പോഴും, അതല്ലാതെ പിന്നെ രണ്ടാമത്തെ ഷൂട്ടിന് വരുമ്പോഴൊക്കെ എനിക്കെന്തോ ഒരു ഹോം കമ്മിങ് പോലെ. ഞാൻ ഒരിക്കലും ഇപ്പൊ ഈ 22 സിനിമ എന്ന് പറയുന്നത് തെലുങ്കും തമിഴും മലയാളവും ഉൾപ്പെടെയുള്ള സിനിമകളാണ്. അപ്പൊ അതിൽ എനിക്ക് ഒരു ഹോംലി ഫീൽ കിട്ടിയിട്ടുള്ള ഒരു മൂവിയും കൂടിയാണ്. തീർച്ചയായിട്ടും ഇത് ജനങ്ങൾക്ക് ഇഷ്ടപ്പെടും. കാരണം ഈ മ്യൂസിക്കിനുള്ള ഇമ്പോർട്ടൻസ് ആയാലും ശരി, തീം അല്ലെങ്കിൽ സ്റ്റോറി വൈസ് ഉള്ള പല ജോണേഴ്സ് ടച്ച് ചെയ്തു പോകുന്നതായാലും ശരി, ഇതെല്ലാം ശരിയായ രീതിയിൽ സിനിമയിലെത്തിക്കാൻ സാധിച്ചു എന്നുള്ളത് ജനങ്ങൾക്ക് തീരുമാനിക്കാം, നിങ്ങൾക്ക് തീരുമാനിക്കാം. കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് തീരുമാനിക്കാൻ സാധിക്കും. ഇങ്ങനെ ഒരു മൂവിയുടെ ഭാഗമാകാൻ കഴിഞ്ഞാൽ വളരെയധികം സന്തോഷമുണ്ട്. ആൻഡ് റിയലി ഓണർ. താങ്ക് യു വെരി മച്ച്.